Now let us discuss the first derivative test. Okay, which states that let C be a critical number of a continuous function in the interval open interval AB, and suppose that f is differentiable everywhere on open interval AB with possible exception of C itself. അപ്പോൾ സി ക്രിട്ടിക്കൽ നമ്പർ ആസ് എ ക്രിട്ടിക്കൽ നമ്പർ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഇഫ് വി ഹാവ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വി വിൽ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് എഫ് ഓഫ് എക്സ് ആൻഡ് ചെക്ക് the points where f dash of x equal to 0 or it is not defined. Such points are known as the critical points. So let C be as such a critical point. And the function should be continuous everywhere in the open interval AB and differentiable in the interval. Then, if f dash of x is positive on open interval AC and it is negative on open interval CB. അപ്പോൾ പോസിറ്റീവ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇൻക്രീസിങ് അല്ലേ? എഫ് ഡാഷ് ഓഫ് സി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് ആണ്. അത് കഴിഞ്ഞ് എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0, അപ്പോൾ സി എന്നുള്ള പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ദെൻ ഇറ്റ് ഈസ് ഡിക്രീസിങ്. അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ ഒരു റിലേറ്റീവ് മാക്സിമം ഉണ്ട്. തിരിച്ചു നോക്കി രണ്ടാമത്തെ കേസ് നോക്കി, എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ 0 ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ സി. എ തൊട്ട് സി വരെ അത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിക്രീസ് ചെയ്തു, ദെൻ സി തൊട്ട് ഇൻ്റർവൽ, സി തൊട്ട് എന്ത് ചെയ്യാൻ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്തായിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ? റിലേറ്റീവ് മിനിമം. ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് എസ് ദ സെയിം സൈൻ ഓൺ എ സി സി ബി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സൊക്കെ കണ്ട പോലെ അല്ലേ, അതായത് എ സി എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലിൽ സെയിം പോസിറ്റീവാണ്, തിരിച്ചും പോസിറ്റീവ്. ഇങ്ങനെ തന്നെ ആവണമെന്നുണ്ടോ? ഇല്ല അല്ലേ. ഇവിടെ വന്ന് സിയിൽ വേണമെങ്കിൽ ഒരു ഡിസ്കണ്ടിന്യൂറ്റി നമുക്ക് വരാൻ വേണമെങ്കിൽ ഇതേ, അല്ലെങ്കിൽ തിരിച്ച് ഡിക്രീസിങ് ആണ്, തിരിച്ച് ഡിക്രീസ്. അപ്പോൾ നമുക്ക് എന്തൊരു റിലേറ്റീവ് എക്സ്ട്രീം, റിലേറ്റീവ് മാക്സിമം അല്ലെങ്കിൽ മിനിമം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അതിൻ്റെ ഒരു പ്ലോട്ട് ചെയ്ത് വരച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈ കേസ് കണ്ട, തേർഡ് കേസ്. ഫസ്റ്റ് കേസും സെക്കൻഡ് കേസും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. തേർഡ് കേസ് നോക്കിയേ, ഇൻക്രീസ് ചെയ്തു പിന്നെ ഇൻക്രീസ് ചെയ്തു. ശരിക്കും ഈ പോയിൻ്റ് കണ്ടോ, ഇൻഫ്ലക്ഷൻ പോയിൻ്റ് എന്നൊക്കെയാണ് പറ്റേ. സോ ദിസ് ഈസ് ഇൻക്രീസ് ചെയ്തു, എഗൈൻ ഇൻക്രീസിങ്. സോ ഹിയർ വി ഹാവ് നോട്ട് റിലേറ്റീവ് എക്സ്ട്രീം. മാക്സിമം ഉണ്ടോയെന്നോ മിനിമം ഉണ്ടോയെന്നോ പറയാൻ പറ്റില്ല. ഓപ്പൺ ഇൻ്റർവെൽ എ ബി ആയതുകൊണ്ട് ഈ എ ബിയിലാണോ അതിന് പോസിറ്റീവ് മാക്സിമം എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സെക്ഷനിൽ കണ്ടതാണ് അല്ലേ. ഇനി ഇതിൻ്റെ പ്രൂഫ് നോക്കാം. സപ്പോസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് പോസിറ്റീവ് ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബി ആൻഡ് ഇറ്റ് ഈസ് നെഗറ്റീവ് ഓൺ ഓപ്പൺ ഇൻ്റർവെൽ സി ബി. നേരത്തെ ഗ്രാഫിക്കലി വരച്ചില്ലേ, അത് തന്നെ. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് പോസിറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ഓൺ എ സി മീൻസ് ഇറ്റ് ഈസ് ഇൻക്രീസിങ് ഇൻ ദ ഇൻ്റർവെൽ എ സി. Negative on CB means it is decreasing in the interval CB, which means ഇതിൻ്റെ മീനിങ് ആണ് അല്ലേ. ഇതിൻ്റെ അർത്ഥം എന്താ? എ തൊട്ട് സി വരെ ഇത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഏത് പോയിൻ്റ് എക്സ് എടുത്താലും എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എഫ് ഓഫ് സിയേക്കാളിലും ചെറുതായിരിക്കും. ശരിയല്ലേ? ഫോർ എവരി എക്സ് ബിലോങ്സ് ടു എ സി എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി. അതേപോലെ അടുത്തത് എന്താ പറഞ്ഞത്? സി തൊട്ട് ബി വരെ അത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് സി ഇതിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് സി ആണിത്, ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് ബി ആണിത്. എക്സ് എക്സ് വൈ എക്സസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് വരും? ഇതിൻ്റെ ഇടയ്ക്ക് ഏത് പോയിൻ്റ് കാൽക്കുലേറ്റ് ചെയ്താലും ഇവിടെ ഏത് എക്സ് എടുത്താലും ആ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? എഫ് ഓഫ് സി ആയിരിക്കും വരുന്നത് അല്ലേ. അതായത് എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ഫോർ ഓൾ സി ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവൽ സി ബി. അപ്പോൾ ഇത് രണ്ടും കൂടി കൺക്ലൂഡ് ചെയ്യുമ്പോൾ എന്താ വരിക? എ ബിയിൽ ത്രൂ ഔട്ട് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ആണ്, വിച്ച് മീൻസ് എഫ് ഓഫ് സി ഇസ് ദ റിലേറ്റീവ് മാക്സിമം. സിമിലർലി എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ഓൺ എ സി ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഓൺ സി ബി മീൻസ് എ സിയിൽ അത് ഡിക്രീസ് ചെയ്യാണ്. അത് ഡിക്രീസിങ് എന്ന് പറയുമ്പോൾ സിയിലാണ് അതിന് ഏറ്റവും കുറവ് വരിക അല്ലേ. അതായത് ബാക്കി എഫ് ഓഫ് സിയുടെ വാല്യൂ ബാക്കി എല്ലാത്തിനേക്കാളും ചെറുതായിരിക്കും. എന്തുകൊണ്ടാണ്? ചെറുതായി വരുന്നതുകൊണ്ട് ഡിക്രീസിങ്. ഇങ്ങനെ എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. ഇതാണ് എ എന്ന് പറയുന്ന പോയിൻ്റ്, ഇത് സി, ഇത് ബി. എ എന്ന് പറയുന്ന പോയിൻ്റ് തൊട്ട് സി എന്ന് പറയുന്ന വരെ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇത് എഫ് ഓഫ് സി ആണെങ്കിൽ വേറെ ഏത് പോയിൻ്റ് എടുത്താലും അത് എഫ് ഓഫ് സിയേക്കാളും വലുതാണ്. എന്നെ ഇവിടെ എഴുതിയിട്ടുള്ളൂ. അതേപോലെ ഇൻക്രീസിങ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി. സോ ബൈ കൺക്ലൂഡിങ് ദീസ് ടു inequalities we will get f of x is greater than or equal to f of c, which means it has a relative minimum. Third statement, if f dash of x has same sign,
സോ ഐദർ ഇറ്റ് ഈസ് ഇൻക്രീസിങ്, രണ്ട് പോസിറ്റീവ് ആണെങ്കിൽ അത് എ സിയിലും പോസിറ്റീവാണ്, സി ബിയിലും പോസിറ്റീവ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഇൻക്രീസിങ് അല്ലേ. എ സിയിലും നെഗറ്റീവാണ്, സി ബിയിലും നെഗറ്റീവ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഡിക്രീസിങ്. അപ്പോൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ദർ ഡസ് നോട്ട് എക്സിസ്റ്റ് എ റിലേറ്റീവ് എക്സ്ട്രീമ. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിട്ടിക്കൽ പോയിൻ്റ്, അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ സീറോയോട് ഇക്വേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഡിഫൈൻഡ് അല്ലാത്ത പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കിയാൽ ഈ എ എന്നുള്ള പോയിന്റിൽ എഫ് ഡാഷ് 0 ആണ്, ബി എന്നുള്ള പോയിന്റിൽ എഫ് ഡാഷ് 0 ആണ്, സി എന്നുള്ള പോയിന്റിലും എഫ് ഡാഷ് 0 ആണ്. പക്ഷേ ഈ ഡി എന്നുള്ള പോയിന്റ് കണ്ടോ, ഇവിടെ ശരിക്കും ഇത് ഡിക്രീസ് ചെയ്ത് പിന്നെ ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ എഫ് ഡാഷ് ഓഫ് സി അവിടെ 0 ആണോ? അല്ല അല്ലേ. അവിടെ എത്ര ടാൻജൻസ്, എത്ര തരത്തിൽ വേണമെങ്കിലും ശരിക്കും ടാൻജൻസ് എടുക്കാം. ഓക്കെ, സോ അവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ ഈ പോയിന്റിലും ഇ എന്ന് പറയുന്ന പോയിന്റ് നോക്കിയേ, ഇൻക്രീസ് ചെയ്തു ദെൻ ഇൻക്രീസ് ചെയ്തിരിക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺകേവിറ്റിയിലൊക്കെ ഉള്ളൊരു കേസാണ്. ഇവിടെ അത് എഫ് ഡാഷ് ഓഫ് ഇ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് എക്സിസ്റ്റ് ചെയ്തില്ലെങ്കിലും അത് 0 ആയാലും അതൊക്കെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ആണ്. ഓക്കെ, ദെൻ റിലേറ്റീവ് എക്സ്ട്രീമ കാണാൻ നമ്മൾ ഇവരൊക്കെ ചെയ്തതനുസരിച്ച് എങ്ങനെ റിലേറ്റീവ് എക്സ്ട്രീമ കാണാം, ക്രിട്ടിക്കൽ നമ്പേഴ്സ് ഓഫ് എക്സ് കാണാൻ. അതിന് വേണ്ടി ഗിവൺ ഒരു എഫ് ഓഫ് എക്സ് ഉണ്ടാവും, അതിനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുക, ഐദർ ഇതിനെ 0 ഡിക്വേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാ ക്രിട്ടിക്കൽ പോയിൻറ്റ്സും കിട്ടി. ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ വേണ്ടത്, ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഏതൊക്കെ ഇൻ്റർവെല്ലിലാണ് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടിരുന്നു, ഇപ്പോൾ 0, 3, 7 ഒക്കെ ആണെങ്കിൽ 3 ഇൻ്റർവെൽ ഉണ്ടാവും, -3 4 ഇൻ്റർവെൽ അല്ലേ, -3 0 3 0 3 3 7 7 ഇൻഫിനിറ്റി 3 ഇൻ്റർവെൽസ് ഉണ്ടാവും അല്ലേ. ഈ ഓരോ ഇൻ്റർവെൽസിലും ഈ ക്രിട്ടിക്കൽ പോയിൻറ്റിലൊക്കെ അതിൻ്റെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് 0യും 3യും ഒരെണ്ണമാണ്. എഫ് ഡാഷ് ഓഫ് 0 പോസിറ്റീവും എഫ് ഡാഷ് ഓഫ് 3 നെഗറ്റീവും ആണെങ്കിൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താ വരിക, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് എന്ന് പറയുമ്പോൾ അവിടെ റിലേറ്റീവ് മാക്സിമം ഉണ്ട്, തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ. ഇനി ഇത് കഴിഞ്ഞ് 7 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, എഫ് ഡാഷ് ഓഫ് 7 വീണ്ടും പോസിറ്റീവായി എന്ന് വിചാരിക്കുക. അപ്പോൾ താഴത്തേക്ക് വന്ന് വീണ്ടും മുകളിലേക്ക് പോവുക ചെയ്യണം അല്ലേ. അതായത് നെഗറ്റീവിൽ നിന്ന് വീണ്ടും പോസിറ്റീവിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ ഒരു റിലേറ്റീവ് മിനിമം വാല്യൂ ഉണ്ടാവും. ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് ഡസ് നോട്ട് ചേഞ്ച് സൈൻ, ദെൻ എഫ് ഓഫ് സി ഈസ് നോട്ട് റിലേറ്റീവ്, ഡസ് നോട്ട് ഹാവ് എനി റിലേറ്റീവ് എക്സ്ട്രീമം. ഇതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്, റിലേറ്റീവ് എക്സ്ട്രീമം കാണാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, പോളിനോമിയലാണ്, ത്രൂ ഔട്ട് ഇൻ്റർവെൽ അത് കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്തു. എഫ് ഡാഷ് ഓഫ് എക്സ് അത് 0, ഇത് നോട്ട് ഡിഫൈൻഡ്, അത് ഡിനോമിനേറ്ററിലോ ടേംസ് ഒന്നുമില്ല അല്ലെ, ന്യൂമറേറ്ററിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് 0 ആവുന്ന പോയിൻറ്റ്സ് നോക്കി, എവിടേക്കാണ് 0 ആവുക, എക്സ് 0 ആവുമ്പോഴും എക്സ് 3 ആവുമ്പോഴും. ഇത് രണ്ടുമാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്. ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ബാക്കിയുള്ളത് ആ ഇൻ്റർവെൽ കൺസ്ട്രക്ട് ചെയ്തു അല്ലേ. അപ്പോൾ -∞ to 0, 0 to 3, 3 to ∞ എന്ന് പറയുന്ന 3 ഇൻ്റർവെൽസ് കൺസിഡർ ചെയ്തു. ഓക്കെ, ഇനി ഓരോന്നിലും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറയണം, ചെക്ക് ചെയ്യണം അല്ലേ, ഓരോ ഇൻ്റർവെല്ലിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഓരോ ക്രിട്ടിക്കൽ പോയിൻറ്റ്സിൻ്റെ കേസിൽ ചേഞ്ച് ചെയ്യണം. ഇനി -∞ to 0 എന്താ വരിക, ഒരു -1 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. -1 ഇവിടെ കാൽക്കുലേറ്റ് ചെയ്താൽ 4 × 1 × -4 എന്നാണ് വരിക, -16 വരും കേട്ടോ, നെഗറ്റീവ് വരും. ഇനി 0ക്കും 3ക്കും ഇടയിലുള്ള ഒരു 1 കൊടുത്ത് നോക്കാം. അപ്പോൾ എന്താ വരിക ഏകദേശം, എഗൈൻ 4 × 1 × 1 - 3 -2 വരും. അതായത് -∞ to 0ലും 0 to 3ലും എഫ് ഡാഷ് ഓഫ് എക്സ് നെഗറ്റീവാണ്, അതായത് അവിടെയൊക്കെ ഡിക്രീസിങ് ആണ്. ഓക്കെ ആണല്ലോ അല്ലേ. ഇനി അടുത്തത് 3 to ∞ എന്ന് പറയുന്ന ഇൻ്റർവെല്ലാണ്. 3 to ∞ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഒരു പോയിന്റ് എടുത്ത് നോക്കുക, അത് ഓട്ടോമാറ്റിക്കായിട്ട് 3യേക്കാളും വലുതാകുമ്പോൾ പോസിറ്റീവ് ആവും. അതായത് -∞ to 0ലും 0 to 3ലും ഫങ്ഷൻ ഡിക്രീസിങ് ആണ്, താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 3 to ∞ അത് ഇൻക്രീസിങ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ 0, 3 കഴിഞ്ഞ് അടുത്ത ഇൻ്റർവെല്ലിൽ പോസിറ്റീവ് ആകുമ്പോൾ ഈ 3യിൽ അതിനൊരു റിലേറ്റീവ് മിനിമം ഉണ്ടാവും. ആ മിനിമം വാല്യൂ കാണാൻ എന്താ ചെയ്യേണ്ടത്, എക്സിൻ്റെ പ്ലേസിൽ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഫിഗർ ഇവിടെ വരച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ മനസ്സിൽ കാണുന്ന പോലെ ആവില്ല. നമ്മൾ മനസ്സിൽ ഡിക്രീസിങ് പറഞ്ഞാൽ ഡിക്രീസിങ് എന്ന് തോന്നും. പക്ഷേ ഇവിടെ നോക്കിയേ, ആക്ച്വലി ഇങ്ങനെ ഒരു കോൺകേവ് അപ്പ് നിന്ന് കോൺകേവ് ഡൗണിലേക്ക് ഒരു ചേഞ്ച് വരുന്നുണ്ട്. എന്നിട്ടാണ് ഡിക്രീസിങ് വരുന്നത്. ഫൈൻഡ് ദ റിലേറ്റീവ് എക്സ്ട്രീം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 15x⁵2/3 മൈനസ് 3x⁵5/3. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ വേണ്ടത്? ഫസ്റ്റ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുക. x⁵2/3 x⁻n ഡെറിവേറ്റീവ് nx⁻n-1 അല്ലേ, d/dx ഓഫ് x⁻n. സോ d/dx ഓഫ് x⁻2/3 എന്താ വരിക? 2/3 x⁻2/3 -1, അതായത് 15 ഇൻറ്റു ഉണ്ട്, അപ്പോൾ 10x⁻−1/3 എന്ന് വരും. അതുപോലെ x⁻5/3 ഡെറിവേറ്റീവ് 3 ഇൻറ്റു x⁻5/3 ഡെറിവേറ്റീവ് 5 ഇൻറ്റു x⁻2/3 എന്ന് വരും. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ സീറോയുടെ ഇക്വേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. കാരണം ഇവിടെ ഒരു മൈനസും ഇവിടെ ഒരു പ്ലസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ ടേംസ് വരുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് x⁻−1/3 ഞാൻ ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ ഈ ഫോർമുല വരിക 5 ഇൻറ്റു 2 - x/x⁻1/3. ക്രിറ്റിക്കൽ പോയിൻറ്റ്സ് കാണാൻ എന്തൊക്കെ വേണം? ന്യൂമറേറ്ററിനെയും സീറോയോട് ഇക്വേറ്റ് ചെയ്യണം, ഡിനോമിനേറ്ററിനെയും സീറോയോട് ഇക്വേറ്റ് ചെയ്യണം. ന്യൂമറേറ്ററിന് സീറോയോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ x=2 എന്ന് പറയുന്ന ഒരു പോയിൻറ്റും ഡിനോമിനേറ്റർ x=0 എന്ന് പറയുന്ന പോയിൻറ്റും. അപ്പോൾ നമുക്ക് ക്രിറ്റിക്കൽ പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? 2 ക്രിറ്റിക്കൽ പോയിൻറ്റ്സ് ഉണ്ട്, 0യും 2വും അല്ലേ. അപ്പോൾ നമ്മൾ അതിന് ഇൻ്റർവെല്ലായിട്ട് അടുത്ത സ്റ്റെപ്പിൽ കൺസിഡർ ചെയ്തു. ഏതൊക്കെയാണ് ഇൻ്റർവെല്? -∞ to 0 എന്ന് പറയുന്ന ഇൻ്റർവെല്ലും 0 to 2 എന്ന് പറയുന്ന ഇൻ്റർവെല്, 2 to ∞ എന്ന് പറയുന്ന ഇൻ്റർവെല് കൺസിഡർ ചെയ്തു. ദെൻ -∞ to 0 ഒരു മിഡിലുള്ള ഒരു പോയിൻ്റ്, ഒരു -1 എടുത്തു, 0 2 1 എടുത്തു, 2 ∞ ഒരു 3 എടുത്തു. ഓരോ വാല്യൂം സെപ്പറേറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കുക. സോ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്യണം. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇത് ഞാൻ റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്തതാണ്. ഇപ്പോൾ f'(x)ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 5 ഇൻറ്റു 2 - x/x⁻1/3 ആണ്. സോ ഇവിടെ എക്സിൻ്റെ വാല്യൂസ് -113, അതായത് -∞ to 0 ഏതെങ്കിലും ഒരു വാല്യൂ, ഞാനിവിടെ -1 എടുത്തു എന്നേ ഉള്ളൂ. അതേപോലെ 0 to 2 ഏതെങ്കിലും ഒരു വാല്യൂ 1 എടുത്തു, 2 to ∞ 3 എന്നുള്ള വാല്യൂ. നമുക്ക് f'(x)ൻ്റെ വാല്യൂ ഞാനിവിടെ കറക്റ്റ് ചെയ്യാതിരുന്നത് അതുകൊണ്ടാണ്. നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടണമെന്ന് നിർബന്ധമില്ല. നമുക്ക് എന്ത് മതി? അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ 15/-1 -1/3 -1/1/3 എന്ന് പറയുന്നത് ക്യൂബിക് റൂട്ട് ഓഫ് -1. അപ്പോൾ എന്തായാലും -1 വരും അല്ലേ. അപ്പോൾ അത് മൈനസാണ്, നെഗറ്റീവാണ്, അപ്പോൾ ഡിക്രീസിങ് വരും. അതേപോലെ 5/1/1/3 പോസിറ്റീവാണ്, ഇൻക്രീസിങ്. അപ്പോൾ ആദ്യത്തെ -∞ to 0 അത് ഡിക്രീസ് ചെയ്ത് 0 തൊട്ടിട്ട് പിന്നെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ 0 എന്തുണ്ടാവും? ഇവിടെ ഒരു റിലേറ്റീവ് എക്സ്ട്രീം, അതായത് മിനിമം ഉണ്ടാവും അല്ലേ, റിലേറ്റീവ് മിനിമം ഉണ്ടാവും. ദെൻ 0 തൊട്ട് 2 വരെ വീണ്ടും അത് ഇൻക്രീസ് ചെയ്ത് 2 എത്തിയപ്പോൾ വീണ്ടും അത് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ 2 അവിടെ എന്താ ഉണ്ടാവും? ഒരു റിലേറ്റീവ് മാക്സിമം ഉണ്ടാവും. ഓക്കെ, ദെൻ അതനുസരിച്ച് പക്ഷേ നമ്മൾ വിചാരിച്ചപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കി, ഡയറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ്. ദെൻ അത് ഡിക്രീസ് ചെയ്തു, ദെൻ 0 തൊട്ടപ്പോൾ വീണ്ടും ഇൻക്രീസ് ചെയ്ത് തുടങ്ങി, 2 ആയപ്പോൾ വീണ്ടും ഡിക്രീസ് ചെയ്ത് തുടങ്ങി. ഓക്കെ, സോ വി കൺക്ലൂഡ് ദാറ്റ് if has a relative minimum at 0, relative maximum at 2, the relative minimum value എന്ന് പറയുന്നത് f(0) കാൽക്കുലേറ്റ് ചെയ്യുക, റിലേറ്റീവ് മാക്സിമം f(2) കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ നമ്മളത് പ്രൂവ് ചെയ്തു അല്ലേ. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ അഗൈൻ ഒരു റിയൽ ലൈഫ് പ്രോബ്ലം ആണ്. മോഷൻ ഓഫ് എ പ്രൊജക്ടൈൽ. Projectile start from the origin of xy coordinate system and its motion is defined to the xy plane. Suppose the trajectory of the projectile is y is equal to f of x. അപ്പോൾ ഇതൊരു പോളിനോമിയൽ ആണ് കേട്ടോ, വാല്യൂ എന്തോ ആയിക്കോട്ടെ പോളിനോമിയൽ ആണ്. ത്രൂ ഔട്ട് അത് കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി for y measures the height in feet and x measures the horizontal distance in feet covered by the projectile. അപ്പോൾ y ഹൈറ്റ് ആണ്, ഇത് എത്രത്തോളം മൂവ് ചെയ്തു എന്നുള്ളതാണ് എക്സ്. Then find the interval y is increasing and interval where y is decreasing. y f of x ഒക്കെ ഡിക്രീസിങ് ഇൻക്രീസിങ്ങും കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്?
ഫസ്റ്റ് കേസ് എഫ് ഡാഷ് ഓഫ് എക്സ് അതിൻ്റെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതെവിടെ കിട്ടിയിട്ടുണ്ട് dy/dx. ഓക്കെ, ദെൻ ഇതിനെ സീറോയോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ വലിയൊരു നമ്പറാണ്. സീറോയോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്കിതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് കിട്ടുക. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax² പ്ലസ് bx പ്ലസ് c = 0 എന്ന് പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് എന്താ വരിക? -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a എന്ന് വരും അല്ലേ. ഇവിടെ എയുടെ പ്ലേസിൽ 0.00000006 ആണ്. ബിയുടെ പ്ലേസിൽ 0.000016, അതുപോലെ സിയുടെ പ്ലേസിൽ -1.732. വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി എക്സിൻ്റെ രണ്ട് വാല്യൂസ് കിട്ടും. -18,376ഉം 15,709ഉം. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റ്സ് ആണ് എന്തുള്ളത്? ക്രിട്ടിക്കൽ പോയിൻറ്റ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വേണ്ടത്? നമുക്ക് എക്സ് എന്ന് പറയുന്ന വാല്യൂസ് നെഗറ്റീവ് ആവാൻ സാധ്യത. ഇതുവരെ നമ്മൾ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് എന്താണ്? പ്രൊജക്റ്റൈൽ മോഷനാണ്. അപ്പോൾ പ്രൊജക്റ്റൈൽ മോഷൻ്റെ റൂട്ട് പോസിറ്റീവ് ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ നമ്മളത് നെഗറ്റീവ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ എടുക്കുന്നില്ല. 15,709 എന്നുള്ള കേസ് മാത്രം കൺസിഡർ ചെയ്യാം. അപ്പോൾ y എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 15,709 ആണ്. ഓക്കെ, സോ ഇനി എന്താ ചെയ്യേണ്ടത്? ക്രിട്ടിക്കൽ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ -∞ to എന്ന് എടുക്കാറുണ്ട് അല്ലേ. പക്ഷേ ഈ ഡിസ്റ്റൻസ് ആണ് അല്ലേ, വൈയും ഡിസ്റ്റൻസ് ആണ് എക്സും ഡിസ്റ്റൻസ് ആണ്, അതൊരിക്കലും നെഗറ്റീവ് ആവില്ല. അപ്പോൾ -∞ to എന്നുള്ള കേസ് നമ്മൾ എടുക്കുന്നില്ല. 0 തൊട്ട് 15,709 എന്ന് പറയുന്ന ആദ്യത്തെ ഇൻ്റർവെലും 15,709 തൊട്ടിട്ടുള്ള ഇൻ്റർവെലും. ഇൻഫിനിറ്റി വരെ വേണോ? ഇല്ല അല്ലേ. മാക്സിമം ഏത് വരെ ഡിസ്റ്റൻസ് പോകുന്നുള്ളൂ? ഇൻഫിനിറ്റി വരെ ഇല്ലല്ലോ. 27,496 വരെ ഉള്ളൂ. ആ രണ്ട് ഇൻ്റർവെല്ലായിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്തു. ഓക്കെ, ദെൻ ഒരു അതിൻ്റെ മിഡിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ നിങ്ങൾ പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് 15,709 വരെ അത് ഇൻക്രീസിങ് ആയിരിക്കും. ആ പോയിന്റ് തൊട്ട് അത് ഡിക്രീസിങ് ആണ്. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് എക്സ്ട്രീമുള്ള പോയിന്റ് കിട്ടി നമുക്ക് 15,709. ഇൻ്റർപ്രറ്റ് ദ റിസൾട്ട്സ് ഒബ്റ്റെയിൻഡ് ഇൻ പാർട്ട് എ ആൻഡ് ബി. എന്താ കിട്ടിയത് നമുക്ക്? പ്രൊജക്റ്റൈൽ മോഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു പ്രൊജക്റ്റൈൽ പാത്തിലൂടെ അത് പോയി ഒരു കുറച്ച് ഹൈറ്റിലേക്ക് അത് ഇൻക്രീസ് ചെയ്ത് മുകളിലേക്ക് പോയി താഴ്ത്തിക്ക് വന്നു. അത്രയും കാര്യങ്ങൾ നമുക്ക് ഗ്രാഫിൽ നിന്ന് കിട്ടുന്നത് തന്നെയാണ് ഇൻ്റർപ്രിറ്റേഷൻ. After leaving the origin, the projectile gains altitude as it travels downrange. It reaches a maximum altitude of approximately 7,481. അതായത് എക്സിൻ്റെ വാല്യൂ 15,709 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടും അല്ലേ. ഇതിനകത്ത് എക്സിൻ്റെ വാല്യൂ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ വൈയുടെ വാല്യൂ കിട്ടും. ആ വൈയുടെ വാല്യൂ ആണ് അവർ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഫ്രം ദിസ് project point on, the missile descends until it strikes the ground. Okay, ഇതൊരു റിയൽ ലൈഫ് പ്രോബ്ലം ആണ്. താങ്ക് യു.